കണ്ണു തുറന്ന് കാണ്. നീ എന്താ പറഞ്ഞത്? ഇന്നലെ രാവിലെയും നീ പറഞ്ഞു ഷാഫിയുടെ ഓഫീസിലേക്കൊന്ന് കയറി വരുമെന്ന് മിസ്റ്റർ സലീം. നീ പറഞ്ഞതല്ല കോൺഗ്രസിന്റെ മിനിറ്റ്സ് ബുക്ക് കൈമാറുന്നത് പോലെ നീ കൈമാറുമെന്ന്. നിന്നെ തിരിയിട്ട് തെരഞ്ഞിട്ട് കാണാനുണ്ടോ? ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കെ സുധാകരനും വി ഡി സതീശനും നെഞ്ചിൽ ചേർത്ത് വെച്ച് ഉയർത്തിവെച്ച് പ്രഖ്യാപിച്ചോട് സ്ഥാനാർത്ഥിയുണ്ടോ? അതിന്റെ പേരായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുലാണ് വരുന്നത്. ഈ പാലക്കാടിന്റെ രാജകുമാരനാണ് വരുന്നത്. പറന്നുയർന്ന് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ചെന്നിറങ്ങുന്നു ഈ വരുന്ന രാഹുൽ. എന്നിട്ട് പിണറായി വിജയ നിന്റെ തെമ്മാടിത്തങ്ങൾ ഓരോന്ന് നിന്റെ മുട്ട് വിറക്കുന്നതുവരെ, നിന്റെ നെറ്റി ചുളിക്കുന്നതുവരെ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ നിയമനിർമ്മാണ സഭയുടെ അകത്തളങ്ങളിൽ പടപൊരുതി പറഞ്ഞത് പറയാൻ, നിലപാട് പറയാൻ, ചങ്കൂറ്റത്തോട് പറയാൻ. സരിനെ നീ ചോദിച്ചല്ലോ ജയിൽ വാസമല്ല ഒരു ക്വാളിറ്റി എന്ന്. പോലീസുകാരന്റെ തല്ലുകൊണ്ടവൻ പോരാട്ടങ്ങളുടെ പോർവിലേക്ക് മുഖത്ത്, പോരാട്ടങ്ങളുടെ പോർമുഖത്ത് അടിയുടെ ഇടിയുടെ എല്ലാം കൊണ്ട് സഹിച്ചവൻ തന്നെയാണോ കടന്നു വരുന്നത്? നിങ്ങൾ കണ്ടില്ലേ? 18,000 ഭൂരിപക്ഷമാണ്. ഇവിടുത്തെ പല കൊലകൊമ്പന്മാരും CPMന്റെ നേതാക്കന്മാർക്ക് പോലും കിട്ടാത്ത ഭൂരിപക്ഷമാണ്. ഈ സുന്ദരനായ ചെറുപ്പക്കാരന്, ഈ സുമുഖനായ ചെറുപ്പക്കാരന് ഈ നാടിന്റെ സൗന്ദര്യം പോലെ സൗരഭ്യം വിടർത്തുന്ന ഈ ചെറുപ്പക്കാരന് പാലക്കാട്ടുകാരാ നിങ്ങൾ നൽകിയത്. നിങ്ങൾക്ക് നന്ദി. നിങ്ങൾ കാത്തു നിന്നിട്ടുണ്ട് ഇതുപോലെ. ഇവർ വോട്ട് ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ നൽകിയ വോട്ടുണ്ടല്ലോ, നിങ്ങൾ നൽകിയ സ്നേഹമുണ്ടല്ലോ, നിങ്ങളോട് ആ ചേർത്ത് പിടിക്കലുണ്ടല്ലോ, അതിനൊരായിരം നന്ദി പറയാനാണ്. കൂടെയുണ്ട് നവകേരളത്തിന്റെ ഈ കേരളത്തിന്റെ പോരാട്ട ഭൂമിയിലെ സമരനായകന്മാർ. ഷാഫി പറമ്പിൽ എന്ന വടകരയിലേക്ക് നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞയച്ചു. വടകരയിൽ കാഫിർ പ്രയോഗത്തിലൂടെ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ഷാഫിയുണ്ട് കേട്ടോ കൂടെ, PK ഫിറോസുണ്ട് കേട്ടോ കൂടെ, N ശംസുദ്ദീൻ MLA ഉണ്ട് കേട്ടുകൂടെ, പിന്നെയോ പാലക്കാടിന്റെ MP VK ശ്രീകണ്ഠനുണ്ട് കേട്ടുകൂടെ, മണ്ണാർക്കാടിന്റെ MLA ശംസുദ്ദീൻ MLA ഉണ്ട് കേട്ടുകൂടെ, പിന്നെ ആവേശം തെല്ലും ചോരാത്ത അണികളോടൊത്ത് കടന്നു വരികയാണ് ജനനായകൻ, പടനായകൻ കടന്നു വരുന്നത്. പിണറായി വിജയ നിന്റെ അന്തപുരത്തിലേക്ക് തന്നെയാണോ? ആ വരവ് ഒന്നൊന്നര വരവായിരിക്കും. 1.5 വർഷമാണെങ്കിലും 2 വർഷമാണെങ്കിലും നിന്നെ കൊണ്ട് വരയിപ്പിച്ചിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ നിനക്ക് തരാനുള്ള മുഴുവൻ പണികളും തരാൻ നിങ്ങൾ വട്ടം കൂടിയിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തിക്കാതിരിക്കാൻ